2027 LPUP ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പുതിയൊരു ബാച്ച് ആരംഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നിലവിലുള്ള LPUP തന്നെ ഒന്നും ആയിട്ടില്ല, പിന്നെയാണോ എന്നുള്ളത്. അപ്പം നിലവിലുള്ള LPUPക്ക് ഒരു 3 വർഷത്തെ കാലാവധി ഉണ്ട്. ആ കാലാവധി വരെ തന്നെയാണ് അവർക്കുള്ള ലിസ്റ്റ്, അതിലത്തെ സെലക്ഷൻ പ്രോസസ് എല്ലാം നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള LPUPയെ കുറിച്ചാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. അതിലേക്ക് എന്തായാലും ഒരു എക്സാം നടത്തണം, ഇൻ്റർവ്യൂ നടത്തണം. അത് ക്ലിയർ ചെയ്തവരാണ് ആ ലിസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ലക്ഷ്യമാക്കി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് ഒരുക്കിയിരിക്കുന്നത്. ആ ബാച്ചിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ LPUP തന്നെ, LPയിലാണെങ്കിൽ കേരളത്തിൽ 8 ജില്ലകളിൽ ഫസ്റ്റ് റാങ്കും UPയിലാണെങ്കിൽ 7 ജില്ലകളിൽ ഫസ്റ്റ് റാങ്കും നമ്മൾ അടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മേലൊരു വെക്കുന്ന റിസൾട്ടാണ് ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നതും അതിനനുസരിച്ചിട്ടുള്ളൊരു കോഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും. നിങ്ങൾക്ക് കൃത്യമായ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് പുറമെ തന്നെ LPUPൻ്റെ കംപ്ലീറ്റ് സിലബസിലുള്ള ഒരു റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ആദ്യമേ കോഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ തരികയും ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 or 3 ക്ലാസ് കേൾക്കാനുള്ള സമയമായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് 7 or 8 ക്ലാസ്സുകൾ കേൾക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ ഇപ്പുറത്തൊരു റെക്കോർഡ് ബാച്ച് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യുകയും ചെയ്യാം, പിന്നെ ലൈവിനെ ഫോളോ ചെയ്യുകയും ചെയ്യാം. എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകേണ്ടവർക്ക്, ലൈവ് ക്ലാസ് അങ്ങനെ ഫോളോ ചെയ്ത് പോകേണ്ടവർക്ക് എന്ത് ചെയ്യാം, അതും ഫോളോ ചെയ്യാം. അങ്ങനെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ 1 വർഷം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി സിലബസ് പ്ലസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തീർക്കും. അതിന് നിങ്ങൾ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ 25 മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ആ മോക്ക് ടെസ്റ്റിലെ എല്ലാം ഇംഗ്ലീഷ്, മാത്സ്, മെൻ്റൽ എബിലിറ്റി, മലയാളം, ഇത്രയും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വീഡിയോ കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ വീക്കായിട്ടുള്ളവർക്ക് ഈ എക്സ്പ്ലനേഷനും ഈ മോക്ക് ടെസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഏരിയയിൽ എന്തായാലും സെറ്റ് ആവുകയും ചെയ്യും. ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ എക്സാമിൻ്റെ പൾസിലേക്ക് കറക്റ്റ് കയറ്റാൻ വേണ്ടിയിട്ട്, ഇപ്പം ഞാനൊക്കെ എങ്ങനെയാണോ ഒരു LPUP പരീക്ഷ എഴുതിയിട്ട് അടിച്ചെടുത്തത്, അതേ മെത്തേഡിൽ നിങ്ങളെയും കയറ്റുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കോഴ്സിൽ ഉണ്ടാവുകയും ചെയ്യും. അത് കോഴ്സിലുടനീളം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളെ കറക്റ്റ് എന്ത് ചെയ്യും, PSCയുടെ പൾസിലേക്ക് കയറും. കാരണം ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് LPUPക്കാർ ബാക്കിയുള്ള പരീക്ഷകൾ ഒന്നും എഴുതാതെ പരിചയപ്പെടാതെ നേരെ LPUPയിലേക്ക് വരുന്നു. അപ്പോൾ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാലം നടക്കുന്ന PSC പരീക്ഷകൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത്, മുൻനിര റാങ്കിൽ എങ്ങനെയാണ് പെടുന്നത്. കാരണം ഇപ്പം റാങ്ക് ലിസ്റ്റിൽ പെടുക എന്നുള്ളതൊരു പുത്തരി അല്ല. ഏറ്റവും മുന്നിൽ പെട്ടെങ്കിലേ സമരം ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വീട്ടിലേക്ക് അഡ്വൈസ് എത്തുള്ളൂ. അപ്പോൾ ആ ലെവലിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അതന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് 25 മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. PYQയിലൂടെ നിങ്ങളെ കറക്റ്റായിട്ട് നിർബന്ധിപ്പിച്ച് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. ഒപ്പം ഈ കോഴ്സിൻ്റെ കാതലായിട്ടുള്ള ഭാഗങ്ങളിൽ വീക്കായിട്ടുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കാനാണെങ്കിലും, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും മറ്റുമൊക്കെ ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ള മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. അത് കൃത്യമായിട്ട് എപ്പോഴും അവൈലബിൾ ആക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ചെറിയ സംശയങ്ങളൊക്കെ തീർക്കാനുള്ള മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്ലാസിൻ്റെ PDF അതുപോലെ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി തീർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് എടുക്കാൻ പാകത്തിൽ ഓരോ ക്ലാസിൻ്റെയും വൈറ്റ് പേപ്പറിലുള്ള PDF നിങ്ങൾക്ക് പ്രിൻ്റബിൾ ഫോർമാറ്റിൽ അവൈലബിൾ ആക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളോടെ അടുത്തവരെ LPUP എന്തായാലും അടിക്കണം എന്നുള്ള ലെവലിലേക്ക്, സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിലും സൈക്കോളജി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും സെറ്റാക്കി തരും. നിങ്ങളെ ഞാൻ പരീക്ഷ ആകുമ്പോഴത്തേക്ക് സൈക്കോകളാക്കി മാറ്റും എന്നുള്ള ഗ്യാരണ്ടി അത് ഞാൻ വേറെ തന്നെ തരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ LPUPൻ്റെ റിസൾട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സൈലം തൂക്കി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങളെ കൊണ്ട് പറയുന്ന രീതിയിലേക്ക് നമ്മൾ നിങ്ങളെ എന്ത് ചെയ്യും, ടീച്ചറാക്കി മാറ്റിയിരിക്കും. അപ്പോൾ അതിന് ടീച്ചറാവാൻ ഒരുക്കമുള്ള ആളുകൾ കറക്റ്റ് 1 വർഷം മുന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഈ 1 വർഷം സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമിൻ്റെ പൾസും അറിഞ്ഞ് സാധാരണ PSCകളിൽ നിന്ന് എങ്ങനെയാണ് LPUP പഠനം വ്യത്യസ്തമാകുന്നത് എന്നുള്ളതും അത് കണ്ടറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ LPUPയിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ കാണാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഈ പരീക്ഷകളൊക്കെ എഴുതിയിട്ടും ക്ലിയർ ചെയ്തിട്ടും ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഇതെങ്ങനെയൊക്കെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ബാക്കിയുള്ളതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിലുണ്ടാവുന്നത്, എന്ത് പഠന രീതിയാണ് ഇതിലേക്ക് പോവേണ്ടത്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാനും പറ്റും. അപ്പോൾ ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ 1 വർഷം കൊണ്ട് ഈ സിലബസ് പ്ലസ് മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മൾ തീർത്ത് സെറ്റാക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് ഇതിൻ്റെ വാലിഡിറ്റിയും കിട്ടും, ഒപ്പം എക്സാം വരെ റിവിഷനും ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കാര്യത്തിൽ ഭയക്കണ്ട, ഇത് എക്സാം വരെ കിട്ടുമോ എന്നുള്ളത്. നമ്മൾ ഒറ്റ വർഷം കൊണ്ട് എന്ത് ചെയ്യും, സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ശേഷം എന്ത് ചെയ്യുന്നു, ഫുൾ റിവിഷൻ അടിച്ച് നിങ്ങളെ പരീക്ഷയ്ക്ക് സെറ്റാക്കുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ 2027 LP UP അത് നമ്മൾ നിങ്ങളെ ടീച്ചറാക്കിയിരിക്കും.